അമ്മ എന്താ ഒന്നും പറയാത്തെ? എല്ലാം ഓക്കെ ആണോ? ഓക്കെ ആണോന്നോ? മരണത്തിന്റെയും ജീവിതത്തിന്റെ ഇടയിലുള്ള നൂൽപാലത്തിൽ അവള്. ഒരാശുപത്രി മുഴുവൻ അവളുടെ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഇത്ര സീരിയസ് ആണെന്ന് ഞാൻ കരുതിയില്ല. ആരും ഒന്നും കരുതണ്ട. വരുന്നത് എല്ലാവർക്കും കൂടി അങ്ങ് അനുഭവിക്കാം. 1000 വട്ടം ഞാൻ മുന്നറിയിപ്പ് തന്നതാ. അമ്മേ, ഇനിയിപ്പോ അതൊന്നും പറയാൻ നിക്കണ്ട. അടുത്തെന്താ ചെയ്യേണ്ടത് അത് ആലോചിക്ക്. ആലോചിച്ചോ? എല്ലാവരും കൂടി ആലോചിച്ച് കാര്യങ്ങൾ ഇതുവരെ കൊണ്ട് എത്തിച്ചില്ലേ? ബാക്കിയും നിങ്ങൾ തന്നെ അങ്ങ് ആലോചിച്ചാ മതി. അമ്മേ പ്ലീസ്, ഇനി കഴിഞ്ഞതൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തല്ലേ. കഴിഞ്ഞോ? എന്ത് കഴിഞ്ഞൂന്ന്? എല്ലാം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നീ നോക്കിക്കോ. മീരയുടെ ഈ അവസ്ഥയ്ക്ക് ഓരോരുത്തരും സമാധാനം പറയേണ്ടി വരും. അവള് വല്ല ആത്മഹത്യക്കുറിപ്പോ ആരുടെയെങ്കിലും പേരോ ഒക്കെ എഴുതി വെച്ചിട്ടാണോ എന്നൊന്നും അറിയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ആര് വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ല, ഇതൊക്കെ അമ്മ വെറുതെ കാട് കയറി ചിന്തിക്കുന്നതാ. എന്തായാലും അവള് നോർമൽ ആവട്ടെ. ഒക്കെ അറിയാലോ. മരണത്തെ അതിജീവിച്ചാലും അവൾക്ക് ജീവിതത്തിലേക്ക് എളുപ്പം തിരിച്ചു വരാൻ കഴിയില്ല. എല്ലാവരും കൂടി ചേർന്ന് അവളുടെ മനസ്സിനെ താളം തെറ്റിച്ചേക്കുക. അമ്മേ പ്ലീസ്, ഈ അവസരത്തില് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുക വേണ്ടത്. നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നോ. നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഒരുമിച്ച് നിൽക്കാനോ? മനസ്സില്ല. നന്ദനും ദേവികയ്ക്കും വളം വെച്ച് കൊടുത്തത് നീയല്ലേ? അവളെ നീയല്ലേ വിളക്കൊഴിഞ്ഞ് വീട്ടിൽ കയറ്റിയത്? ഞാൻ അവൾക്കെതിരെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് നീയല്ലേ അവളുടെ ക്യാപ്റ്റനായിട്ട് നിന്ന് എന്നോട് യുദ്ധം പ്രഖ്യാപിച്ചത്? എന്നിട്ടിപ്പോ പ്രശ്നം തീർക്കാൻ ഞാൻ വേണം അല്ലേ? നിങ്ങൾ 3 പേരും കൂടി ചർച്ച ചെയ്ത് തീരുമാനമെടുത്താ മതി. എന്നെ വിട്ടേക്ക്. ഞാൻ ഇതിൽ ചിലപ്പോ കാഴ്ചക്കാരിയായിട്ടായിരിക്കും നിൽക്കാൻ പോകുന്നത്. രജനി, ഞാൻ സൂചന കൊടുത്തതൊക്കെ സത്യമായിരുന്നു എന്ന് മനസ്സിലായില്ലേ? ഈ അവസ്ഥയിൽ ആരെയും ഭയപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഈ പ്രതിസന്ധിയിൽ നിന്ന് എല്ലാരും കരകയറണമെന്ന് തന്നെയാ എന്റെ വിചാരം. ചില വഴികൾ മനസ്സിൽ തെളിയുന്നുണ്ട്. ഞാൻ അറിയിക്കാം. രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അതങ്ങ് അനുസരിക്കണം. എന്താമേ? വരട്ടെ, പറയാം. മനസ്സും ശരീരവും ആകെ തളർന്നിരിക്കുക. എപ്പോ വേണമെങ്കിലും ഞാനും വീണു പോകുന്നുള്ള അവസ്ഥയിലാ. അല്ല, നന്ദൻ അവിടെ? അവൻ ഹോസ്പിറ്റലിൽ തന്നെയാ. ഹോസ്പിറ്റലോ? പിന്നെ മീരയ്ക്ക് കൂട്ടായിട്ട് അവിടെ ആരും വേണ്ടേ? അല്ല, അവിടെ തീർച്ചയായിട്ടും ആള് വേണം. നന്ദൻ അമ്മ നിർബന്ധിച്ചാണോ അതോ അവനായിട്ട് നിൽക്കുന്നതാണോ? അവൻ തന്നെയാ പറഞ്ഞത് നിന്നോളാന്ന്. എന്താ, അവനവിടെ നിന്നാ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്താ ബുദ്ധിമുട്ട്? പറഞ്ഞില്ലേ, നല്ലത് തന്നെയാ അത്. അവൾക്ക് പറഞ്ഞു കൊടുക്ക്. കാര്യങ്ങൾ ഇനി അങ്ങോട്ട് ആലോചിച്ച് ബുദ്ധിപൂർവം ചെയ്യണമെന്ന്.
എന്തു വേണമെന്ന് ഞാൻ അറിയിക്കാം. വേണമെങ്കിൽ അനുസരിക്കട്ടെ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം.